Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu. Sallallahu ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഷെയ്ഖ് സ്വാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദില്ല അൽ ഫൗസാൻ ഹഫിദഹുല്ലാ രചിച്ച അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൻ്റെ മുഖവരയാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത്. അതിൽ ദീൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൻ്റെ ചില ഗുണങ്ങളെ സംബന്ധിച്ചുമാണ് സംസാരിച്ചത്. ഇനി ഇതിൻ്റെ ഒന്നാമത്തെ കിതാബായ കിതാബു ത്വഹാറത്താണ് ചർച്ച ചെയ്യുന്നത്. കിതാബു ത്വഹാറത്തിൽ വ്യത്യസ്ത അധ്യായങ്ങൾ മുസന്നിഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അധ്യായം ബാബുൻ ഫി അഹ്കാമി ത്വഹാറത്തി വൽ മിയാഹ് എന്നുള്ളതാണ്. ശുദ്ധീകരണത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിധികൾ, അതേപോലെ തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇതാണ് പറയുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത, മുസന്നിഫ് ഇത് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, സൗദിയിലെ റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. ആഴത്തിലുള്ള ഒരു പഠനമല്ല. മാത്രമല്ല, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പൊതുവെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഹുക്കുമുകൾ പറയുമ്പോഴും അതിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ പ്രത്യേകത, ഇസ്ലാമിൽ അത് നടപ്പിലാക്കിയതിൻ്റെ ഹിക്മത്ത്, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കേവലം ഒരു കർമ്മശാസ്ത്രം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു തസ്കിയത്തും തർബിയത്തും എല്ലാം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് അൽ മുലഖസുൽ ഫിഖ്ഹി എന്നുള്ളത്. ഇതിൽ കിതാബു ത്വഹാറത്തിൽ ഒന്നാമത്തെ അധ്യായം ശുദ്ധീകരണവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെയും അവസ്ഥകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. മുസന്നിഫ് ഹഫിളഹുല്ലാ പറയുന്നു, ഇന്ന സ്വലാത്ത ഹിയ റുക്നു ഥാനി മിൻ അർക്കാനിൽ ഇസ്ലാമി ബാദ ഷഹാദത്തൈൻ. നമസ്കാരം എന്നുള്ളത് അർക്കാനുൽ ഇസ്ലാമിൽ, ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തെ റുക്കനാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 5 റുക്കുനുകളിൽ രണ്ടാമത്തെ റുക്കനാണ് നമസ്കാരം, 2 ഷഹാദത്തുകൾക്ക് ശേഷം. അപ്പോൾ ഒന്നാമത്തെ റുക്കൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തിനുള്ള സാക്ഷ്യമാണ്. അതിനുശേഷം രണ്ടാമത്തെ റുക്കൻ നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. വഹിയൽ ഫാരിഖത്തു ബൈനൽ മുസ്ലിമി വൽ കാഫിർ. ഈ നമസ്കാരം മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള ഫാരിഖാണ്. അതിനെ വിച്ഛേദിക്കുന്ന, വേർപെടുത്തുന്ന ഒരു ഘടകമാണ് നമസ്കാരം. നമസ്കരിക്കുന്നവൻ മുസ്ലിമാണ്, നമസ്കരിക്കാത്തവൻ കാഫിറാണ്.
എന്നുള്ള അർത്ഥത്തിൽ അതിനെ വേർതിരിക്കുന്ന ഘടകമാണ്. ഇതാണ് നമസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യം പറയുന്നത്. വഹിയ അമൂദുൽ ഇസ്ലാം, അത് ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു തൂണാണ്. വഅവ്വലു മാ യുഹാസബു അൻഹുൽ അബ്ദു, മാത്രമല്ല ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. ഫൈൻ സ്വഹത്ത് വ ഖുബിലത് ഖുബില സായിറു അമലി, നമസ്കാരം ശരിയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെട്ടാൽ അവൻ്റെ മറ്റുള്ള അമലുകളും സ്വീകരിക്കപ്പെടും. വൈൻ റുദ്ദത്ത് റുദ്ദ സായിറു അമലി, അത് തള്ളപ്പെട്ടാൽ, നമസ്കാരം വിചാരണയിൽ അവൻ പരാജയപ്പെട്ടു, അത് ശരിയായിട്ടില്ല, എന്നാൽ മറ്റുള്ള അമലുകളും എന്ത് ചെയ്യപ്പെടും? തള്ളപ്പെടും എന്നുള്ളതാണ്. വഖദ് ദുഖിറത്തി സ്വലാത്തു ഫി മവാത്തിന കസീറ ഫിൽ ഖുർആനിൽ കരീം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അലാ സിഫാത്തിൻ മുത്തനവ്വിഅ, അതെല്ലാം തന്നെ വൈവിധ്യങ്ങളായ രൂപത്തിലാണ്. ചില സ്ഥലത്തിൽ ഫതാറത്തൻ യഅ്മുറുല്ലാഹു ബി ഇഖാമത്തിഹ, ചില സ്ഥലങ്ങളിൽ പറയുന്നത് വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തണം എന്നുള്ള കൽപ്പന പ്രകാരമായിരിക്കും. വേറെ ചില സ്ഥലത്ത് വതാറത്തൻ യുബയ്യിനു മസിയ്യതഹ, അതിൻ്റെ സവിശേഷതയെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരിക്കും. നമസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുകയാണ്. വതാറത്തൻ യുബയ്യിനു സവാബഹ, വേറെ ചില സ്ഥലത്ത് അത് മുഖേനയുള്ള പ്രതിഫലത്തെ വിശദീകരിക്കുന്നുണ്ടാകും. വതാറത്തൻ യഖ്രിനുഹ മഅ അസ്സബ്രി, വേറെ ചിലപ്പോൾ ക്ഷമയോട് ചേർത്തുകൊണ്ട് നമസ്കാരത്തെ പറയുന്നു. വയഅ്മുറു ബിൽ ഇസ്തിആനതി ബിഹിമ അല ശദായിദ്, അതേപോലെ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കാനും ക്ഷമയവലംബിക്കാനും അതിനോട് ചേർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമസ്കാരത്തെ പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ശൈലിയിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒമിൻ സമ്മ ഖാനത്ത് ഖുർറത ഐനി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഹാദിഹി ദുനിയ, അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നബിയുടെ കൺകുളിർമയായിരുന്നു നമസ്കാരം. നബിക്ക് സന്തോഷം നൽകുന്ന കാര്യം നമസ്കാരമായിരുന്നു. ഫഹിയ ഹില്യത്തുൻ നബിയീൻ, അത് നബിമാരുടെ ആഭരണമാണ്. വഷിആറു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമാണത്. വഹിയ സിലത്തും ബൈനൽ അബ്ദി വ ബൈന റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകളുടെയും ഇടയിൽ അവരെ ബന്ധിപ്പിക്കുന്ന സുലയാണ്, ഘടകം നമസ്കാരമാണ്. അള്ളാഹുവും അടിമകളുമായിട്ടുള്ള റിലേഷൻ, ആ ബന്ധം, അത് നമസ്കാരത്തിലൂടെയാണ് എന്ത് ചെയ്യുക? വികസിച്ചു വരുന്നത്. വഹിയ തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് മ്ലേച്ഛ കൃത്യങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മനുഷ്യനെ എന്ത് ചെയ്യുന്നു? തടുത്തു നിർത്തുന്നു. അപ്പോൾ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഇങ്ങനെ വണ്ണമേറിയതാണ്, വലിയ ശ്രേഷ്ഠത ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ വലമ്മ കാനത്ത് ഹാദിഹി സ്വലാത്തു ലാ തസിഹു ഇല്ലാ ബി ത്വഹാറത്തിൻ, ഈ പറയുന്ന നമസ്കാരം ശുദ്ധിയുണ്ടെങ്കിലല്ലാതെ എന്ത് ചെയ്യൂല? ഇല്ലാ ബി ത്വഹാറത്തിൽ മുസല്ലി, നമസ്കരിക്കുന്നവന് ശുദ്ധിയുണ്ടെങ്കിലേ ആ നമസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇവിടെ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവരുന്നത്. മിനൽ ഹദസി വൻ നജസി ഹസ്ബൽ ഖുദ്റത്തി അലാ ദാലിക്, അശുദ്ധിയിൽ നിന്നും അതേപോലെ തന്നെ മാലിന്യങ്ങളിൽ നിന്നും നജസിൽ നിന്നും കഴിവിൻ്റെ പരമാവധി ശുദ്ധി വരുത്തുക എന്നുള്ളത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ എന്താവൂ? നമസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ത്വഹാറത്ത് ഇവിടെ ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. ഫുഖഹാക്കൾ സാധാരണ ഫിഖ്ഹിൽ വിഷയങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് ഏറ്റവും മുൻഗണനാക്രമം അനുസരിച്ചാണ്. കർമ്മശാസ്ത്രമായതുകൊണ്ട് തന്നെ അതിൽ ഒന്നാമത്തെ വിഷയം ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നമസ്കാരം, അതേപോലെ തന്നെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതുപോലുള്ള വിഷയങ്ങളാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് അവൻ ഏറ്റവും പ്രഥമമായി അനിവാര്യമായത് എന്തിനാണോ അവന് സൃഷ്ടിക്കപ്പെട്ടത് അത് ശരിയാക്കുക എന്നുള്ളതാണ്. ഇബാദത്ത് ചെയ്യാനാണ് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനെ. അതുകൊണ്ട് ഇബാദാത്തുകൾ എങ്ങനെയാണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഫുഖഹാക്കൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇബാദാത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നമസ്കാരമാണ്. നമസ്കാരം ശരിയാകണമെങ്കിൽ എന്താവശ്യമാണ്? ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫുഖഹാക്കൾ ആദ്യം ത്വഹാറത്തുമായി ബന്ധപ്പെട്ട അധ്യായം കൊണ്ടുവരുന്നു. ഇബാദാത്തുകൾക്ക് ശേഷം പിന്നീട് ഒരാൾക്ക്
ആവശ്യമായി വരിക അവൻ്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പിന്നീട് കച്ചവടത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ആവശ്യമായി വരുന്ന അവൻ്റെ കുടുംബജീവിതമാണ്. അതുകൊണ്ട് മുനാക്കഹാത്തുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നീട് ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഇതാണ് അതിൻ്റെ തർത്തീബായിട്ട് ഫുഖഹാക്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ത്വഹാറത്ത് കൊണ്ടുവരാനുള്ള കാരണം ഇതാണ്. ഒരാൾ നമസ്കാരമാണ് അവൻ്റെ അമലുകളിൽ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുക. അത് ശരിയാകണമെങ്കിൽ ഒരു നമസ്കരിക്കുന്നവൻ അശുദ്ധിയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം? ശുദ്ധിയാകേണ്ടതുണ്ട്. വക്കാനത്ത് മാദ്ദത്തു തത്വഹുരി ഹി അൽമാഉ. ശുദ്ധി വരുത്തണമെങ്കിൽ എന്താണ് അതിൻ്റെ മാദ്ദ, അതിൻ്റെ വസ്തു, അതിനെ ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? അത് വെള്ളമാണ്. ഔ മാ യഖൂമു മഖാമഹു മിനത്തയമ്മുമി ഇൻദ അദമിൽ മാ. അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്ന്. വെള്ളം ഇല്ലാതെയാകുന്ന സന്ദർഭത്തിൽ തയമ്മും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? മണ്ണാണ് പിന്നീട് ഉപയോഗിക്കുക. അപ്പോൾ വെള്ളമാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളതായ മാദ്ദ, വസ്തു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുക വെള്ളമാണ്. അതുകൊണ്ട് തന്നെ സ്വാറൽ ഫുഖഹാ റഹിമഹുമുല്ലാ യബ്ദഊന ബി കിതാബി ത്വഹാറ. അതുകൊണ്ട് ഫുഖഹാക്കൾ ത്വഹാറത്ത് എന്ന കിതാബ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു അവരുടെ ഗ്രന്ഥങ്ങൾ. ലിഅന്നഹാ ലമ്മാ ഖുദ്ദിമത്തി സ്വലാത്തു ബഅദ ഷഹാദത്തൈനി അലാ ഗൈരിഹാ മിൻ ബഖിയ്യത്തി അർക്കാനിൽ ഇസ്ലാമി നാസബ തഖ്ദീമു മുഖദ്ദിമാത്തിഹ. കാരണം രണ്ട് ഷഹാദകൾക്ക് ശേഷം നമസ്കാരത്തെ മുന്തിക്കപ്പെട്ടപ്പോൾ, അർക്കാനുൽ ഇസ്ലാമിൽ രണ്ട് ഷഹാദത്തുകൾക്ക് ശേഷം പിന്നീട് മുന്തിക്കപ്പെട്ടത് നമസ്കാരത്തെയാണ്. നമസ്കാരത്തെ ആയപ്പോൾ മറ്റുള്ള അർക്കാനുകളിൽ നിന്ന് നമസ്കാരത്തെ മുന്തിപ്പിച്ചപ്പോൾ അതിനോട് അതിൻ്റെ മുഖദ്ദിമയിൽ ആവശ്യമായതായ ഒന്നിനെയാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? നമസ്കാരത്തിന് മുന്നോടിയായിട്ട് എന്താണോ വേണ്ടത് അതിനെയാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ത്വഹാറത്ത് എന്നുള്ളത് അവിടെ അനുയോജ്യമായി വരുന്നത്. അപ്പോൾ ഈ നമസ്കാരത്തിൻ്റെ മുഖദ്ദിമാത്തിൽപ്പെട്ടതാണ്, ആമുഖങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ത്വഹാറത്ത് എന്നുള്ളത്. മിൻഹ ത്വഹാറ. അതുകൊണ്ടാണ് ഇവിടെ ത്വഹാറത്ത് കൊണ്ടുവരുന്നത്. ഫഹി മിഫ്താഹുസ്സല. നമസ്കാരത്തിൻ്റെ താക്കോലാണെന്ത്? ശുദ്ധീകരണം, ശുദ്ധി വരുത്തുക എന്നുള്ളത്. കമാഫിൽ ഹദീസ്, ഹദീസിലുണ്ട് മിഫ്താഹുസ്സലാത്തി അത്തഹൂർ. നമസ്കാരത്തിൻ്റെ താക്കോൽ എന്താണ്? ശുദ്ധി വരുത്തലാണ്. വദാലിക ലിഅന്നൽ ഹദസ യംനഉ സ്സല. കാരണം അശുദ്ധി എന്നുള്ളത് നമസ്കാരത്തെ തടുക്കും. ഏതുപോലെ? ഫഹുവ ഖൽ ഖുഫ്ലി യൂദഉ അലൽ മുഹദിസ്. അതൊരു പൂട്ടുപോലെയാണ്. അശുദ്ധിയുള്ളവൻ്റെ മേൽ ഇടപെട്ട ഒരു പൂട്ടാണെന്ത്? ഈ പറയുന്ന ഹദസ് എന്നുള്ളത്. ഫഇദാ തവദ്ദ, ഈ ശുദ്ധി എന്നുള്ളത്. ഫഇദാ തവദ്ദ ഇൻ ഹല്ലൽ ഖുഫ്ൽ. വുദൂ ചെയ്താൽ എന്ത് ചെയ്യുന്നു? അവൻ്റെ ഈ പൂട്ട് അഴിഞ്ഞു മാറുന്നു, അത് തുറന്നു വരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുക? നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഫത്വഹാറത്തു ഔഖദു ശുറൂത്തി സ്വലാ. നമസ്കാരം ശരിയാകണമെങ്കിൽ വ്യത്യസ്തങ്ങൾ 9ഓളം ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകളിൽ ഏറ്റവും ഔഖദായത്, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായ ഷർത്താണെന്ത്? ത്വഹാറത്തുണ്ടാവുക എന്നുള്ളത്. വഷർത്തു ലാ ബുദ്ദ അൻ യുഖദ്ദമ അലൽ മഷ്റൂത്ത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനാണ് ഒരു നിബന്ധന വയ്ക്കുന്നത്, ആ നിബന്ധന വയ്ക്കപ്പെട്ട കാര്യത്തേക്കാൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഉണ്ടാകേണ്ടതാണെന്ത്? ഷർത്ത്. അപ്പോൾ നമസ്കാരം മഷ്റൂത്താണ് എങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ എന്തുണ്ടാകണം? ഷർത്ത് സംഭവിക്കണം. അവൻ വുളൂ വേണം, കുളി നിർബന്ധമുള്ളവനാണെങ്കിൽ കുളിക്കണം, ഖിബലയിലേക്ക് മുന്നിടണം ആദ്യമേ തന്നെ. അതേപോലെ തന്നെ നിയ്യത്ത് വേണം, വസ്ത്രം എന്ത് ചെയ്യേണ്ടതുണ്ട്? ഔറത്ത് മറയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ എന്തിനാണോ ഈ പറയുന്ന ഷുറൂത്തുകൾ ഉള്ളത് അതിന് മുന്നേ സംഭവിക്കേണ്ട കാര്യമാണെന്ത്? ഷർത്ത് എന്ന് പറഞ്ഞാൽ. ഒമാന ത്വഹാറത്തി ലുഗത്തിന്. ഇനി ഇവിടെ എന്താണ് ഈ ത്വഹാറത്ത് എന്ന് പറയുകയാണ്. കിതാബ് ത്വഹാറത്താണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ത്വഹാറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാഷയിൽ ശുദ്ധി എന്ന് പറഞ്ഞാൽ അതിൽ അന്നദാഫത്തു വന്നസാഹത്തു അനിൽ അഖ്ദാരിൽ ഹിസ്സിയ്യത്തി വൽ മാനവിയ്യ. ഭാഷയിൽ ഈ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൃത്തിയാകൽ എന്നാണ്, ശുദ്ധി വരുത്തൽ. എന്തിൽ നിന്ന്? അനിൽ അഖ്ദാരി, മാലിന്യങ്ങളിൽ നിന്ന്. മാലിന്യം രണ്ട് വിധമുണ്ട്. ഒന്ന് ഹിസ്സിയായതുണ്ട്, മാനവിയായതുണ്ട്. ഹിസ്സിയായതെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവവേദ്യമായ, കാണാൻ സാധിക്കുന്ന, മണക്കാൻ സാധിക്കുന്ന, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന മാലിന്യങ്ങൾ. രക്തം പോലെ അല്ലെങ്കിൽ മൂത്രം പോലെ കാഷ്ടം പോലെ ഇങ്ങനെയുള്ളതായ മാലിന്യങ്ങൾ. അതുപോലെ മാനവിയായ മാലിന്യങ്ങളുണ്ട്. മാനവിയായ മാലിന്യത്തിൽ നിന്നും ശുദ്ധി വരുത്തണം. ഷിർക്ക്, കുഫർ, നിഫാഖ് പോലുള്ളത് മാനവിയായ മാലിന്യങ്ങളാണ്.
ഇതാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള മാനവിയും ഹിസ്സിയുമായ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധി നേടുക, വൃത്തിയാവുക എന്നുള്ളതാണ്. എന്നാൽ ശരീഅത്തിൻ്റെ ഭാഷയിൽ ഇസ്തിലാഹിയായിട്ട് എന്താണ് ഈ പറയുന്ന ശുദ്ധീകരണം, ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഖഹാക്കൾ സാധാരണ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്: ഇർത്തിഫാഉൽ ഹദസി വസവാലുൻ നജസ്. ഇതാണ് ശുദ്ധി വരുത്തുക. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ഇർത്തിഫാഉൽ ഹദസി വസവാലുൻ നജസ്, ഹദസിനെ ഉയർത്തൽ, മാലിന്യത്തെ നീക്കം ചെയ്യൽ. അതാണ് ശുദ്ധീകരണത്തിൻ്റെ, ത്വഹാറത്തിൻ്റെ നിർവചനം, ഡെഫിനിഷൻ അതാണ്. ഹദസിനെ ഉയർത്തുക, അതേപോലെ തന്നെ ഹദസിനെ ഉയർത്തുക, നജസിനെ നീക്കം ചെയ്യുക. എങ്ങനെയാണ് ഹദസിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ? ഹദസ് എന്ന് പറഞ്ഞാൽ അതൊരു ആശയമാണ്, ഒരു മാനവയാണ്, കാണാൻ പറ്റുന്നതല്ല. ഇർത്തിഫാഉൽ ഹദസ് എന്ന് പറഞ്ഞാൽ വർത്തിഫാഉൽ ഹദസ് യഹ്സുലു ബിസ്തിഅമാലിൽ മാഇ അല നിയ്യ. നെയ്യത്തോടുകൂടെ വെള്ളം ഉപയോഗിക്കൽ കൊണ്ടാണ് എന്ത് ചെയ്യുക? ഹദസ് ഉയരുക. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഹദസ് ഉയരണമെങ്കിൽ, അശുദ്ധിയിൽ നിന്ന് അവൻ ശുദ്ധിയാകണമെങ്കിൽ നെയ്യത്ത് വേണം. നെയ്യത്തോടുകൂടി വെള്ളം ഉപയോഗിക്കലാണ്. ഫി ജമീഇൽ ബദനി ഇൻകാന ഹദസൻ അക്ബർ. ഹദസ് രണ്ട് വിധമുണ്ട്. ഒന്ന് വലിയ അശുദ്ധിയുണ്ട്, മറ്റൊന്ന് ചെറിയ അശുദ്ധിയുണ്ട്. വലിയ അശുദ്ധിയാണെങ്കിൽ ശരീരത്തിൽ മുഴുവൻ എന്ത് ചെയ്യണം? നെയ്യത്തോടു കൂടിയിട്ട് വെള്ളം ഉപയോഗിക്കണം, വെള്ളം വ്യാപിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് മുഖേന ഹദസ്, വലിയ അശുദ്ധി ഉയർന്നു പോകുന്നു. ഔഫിൽ അഅ്ളാഇൽ അർബഅതി ഇൻകാന ഹദസൻ അസ്ഗർ. അതല്ല, ചെറിയ അശുദ്ധിയാണ് എങ്കിൽ 4 അവയവങ്ങളിൽ ഇതേപോലെ നെയ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? വെള്ളം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ചെറിയ അശുദ്ധി എന്ത് ചെയ്യും? ഉയർന്നു പോകും. അത് വുളൂ ചെയ്യുക. വലിയ അശുദ്ധിയാണെങ്കിൽ കുളിക്കുക, ചെറിയ അശുദ്ധിയാണെങ്കിൽ വുളൂ ചെയ്യുക. അല്ലെങ്കിൽ അവിസ്തിഅമാലി മാ യനൂബു അനിൽ മായി എന്താ അദമിഹി. അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്തിൽ അതിന് പകരമാകുന്നതായ വസ്തുവിന് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അല്ലെങ്കിൽ വെള്ളമുണ്ട്, അവിൽ അജിസി അനിസ്തിഅമാലി, ആ വെള്ളം ഉപയോഗിക്കുന്നതിനെ തൊട്ട് അവൻ അശക്തനാണ്, അല്ലെങ്കിൽ രോഗമുണ്ട്, അപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അത് അല്ലെങ്കിൽ അതികഠിനമായ തണുപ്പാണ്, അതുപോലുള്ളതായ സന്ദർഭത്തിൽ വഹുവ തുറാബ്, അങ്ങനെ പകരം ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? മണ്ണാണ്. അത് അലാ സിഫത്തിൻ മഖ്സൂസ, പ്രത്യേകമായ ചില രൂപത്തിലാണത് ഉപയോഗിക്കുക. വസയഅതി ഇൻഷാ അല്ലാഹു ബയാനുൻ ലിസിഫത്തി തതഹുരി മിനൽ ഹദസൈൻ. 2 അശുദ്ധികളിൽ നിന്നും എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത് എന്നതിൻ്റെ വിശദമായ രൂപം എന്ത് ചെയ്യും? ശേഷം വരുന്നുണ്ട്. എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്, കുളിക്കേണ്ടത് എങ്ങനെയാണ്, അതേപോലെ തന്നെ തയമ്മും ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനെ സംബന്ധിച്ച വിശദമായ ചർച്ച എന്ത് ചെയ്യുന്നതിന് ശേഷം വരുന്നുണ്ട്. എന്നാൽ വഗറദുൽ ആൻ, ഇവിടെ ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്ന, ഇവിടെ നമ്മുടെ ലക്ഷ്യം ബയാനു സിഫത്തിൽ മാഇ അല്ലദി യഹ്സുലു ബിഹി തതഹുർ. ശുദ്ധി വരുത്താൻ സാധിക്കണമെങ്കിൽ, ശുദ്ധി ഉണ്ടാകണമെങ്കിൽ ഏത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, ആ വെള്ളത്തിൻ്റെ വിശേഷണം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്നത്. വൽ മാഇ അല്ലദി ലാ യഹ്സുലു ബിഹി ദാലിക്, വെള്ളം ശുദ്ധി കരസ്ഥമാകാൻ സാധിക്കാത്ത വെള്ളം ഏതാണ്, ശുദ്ധി വരുത്തുന്ന വെള്ളം ഏതാണ് എന്നതിനെ സംബന്ധിച്ച ചർച്ചയാണ് ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു: വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, നാം മേഘങ്ങളിൽ നിന്ന് തഹൂറായ വെള്ളത്തെ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ മേഘങ്ങളിൽ നിന്ന് തഹൂറായ വെള്ളത്തെ നാം ഇറക്കിയിരിക്കുന്നു. മറ്റൊരായത്തിൽ ഇങ്ങനെ കാണാം: വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബി. മേഘങ്ങളിൽ നിന്ന് നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി. എന്തിനാണ് ആ വെള്ളമിറക്കിയത്? ലിയുതഹിറകും ബി, അത് മുഖേന അല്ലാഹു നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ശുദ്ധി നൽകാൻ വേണ്ടിയിട്ടാണ്, തതഹൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 ആയത്തിലും ശുദ്ധി വരുത്തണമെങ്കിൽ വേണ്ട വസ്തു എന്താണ്? വെള്ളമാണ്. അടിസ്ഥാനപരമായിട്ട് വെള്ളമാണ്. ആ വെള്ളം തഹൂറായ വെള്ളമാണ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്തിൽ പറയുന്നുണ്ട്. എന്താണ് തഹൂർ എന്ന് പറയും? അപ്പോൾ തഹൂറായ വെള്ളം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ആകാശത്തു നിന്ന് ഇറക്കിയിട്ടുണ്ട്. അത് മുഖേന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ശുദ്ധി വരുത്താൻ സാധിക്കും എന്നുള്ളത് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വത്തഹൂറു ഹുവ ത്വാഹിറു ഫീ ദാതിഹി അൽ മുതഹിറു ലിഗൈരി.
തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്വയം അതിന് ശുദ്ധിയുണ്ട്, അതേപോലെ തന്നെ വേറെ ഒന്നിനെ ശുദ്ധിയാക്കാനും സാധിക്കും. അങ്ങനെയുള്ള വെള്ളമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് തഹൂറായ വെള്ളം. അപ്പോൾ അതിൻ്റെ വിശേഷണം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? അതുകൊണ്ട് അർത്ഥാക്കുന്നത് അൽ ബാഖി അലാ ഖിൽഖത്തിഹി, അതിൻ്റെ സ്വന്തം പ്രകൃതത്തിൻ്റെ മേൽ അവശേഷിക്കുന്നതാണ്. വെള്ളത്തിന് ഒരു പ്രകൃതമുണ്ട്, അതിനൊരു സ്വഭാവമുണ്ട്. എന്താണോ അതിന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സ്വഭാവം, ആ സ്വഭാവത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ വെള്ളം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ ആ വെള്ളമാണെന്ത്? തഹൂറായ വെള്ളം. ഐ സിഫത്തിഹില്ലത്തി ഖുലിഖ അലൈഹ, ഏതൊരു വിശേഷണത്തിൻ്റെ മേലാണോ ഒരു വെള്ളത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ അത് തുടരുന്നുണ്ട് എങ്കിൽ അതാണ് തഹൂറായ വെള്ളം. അത് ചിലപ്പോൾ സവാഅൻ കാന നാസിലൻ മിനസ്സമ, ചിലപ്പോൾ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴയായിരിക്കും, കൽമത്തൊരി മഴ പോലെ. അതല്ലെങ്കിൽ വദൗബി സുലൂജി വൽ ബറദ്, മഞ്ഞ് അതെന്ത് ചെയ്യുന്നു? ഉരുകി വരുന്ന വെള്ളം. അല്ലെങ്കിൽ ബറദ് എന്ന് പറഞ്ഞാൽ ആലിപ്പഴം, അത് ഉരുകുന്ന വെള്ളം ഇതാകാം. സൽജ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് എന്ത് ചെയ്യും? കണങ്ങളായിട്ട് വരും, അങ്ങനെ നിലത്ത് വന്നിട്ട് ഉറയ്ക്കും. അതാണ് മഞ്ഞ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബറദ് എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഖരമായിട്ട് തന്നെ വരും, ചെറിയ ഖനങ്ങളായിട്ട് വരും, എന്നിട്ട് താഴെ വന്നിട്ട് എന്ത് ചെയ്യും? അത് അലിഞ്ഞ് വെള്ളമാകും. അപ്പോൾ ഇത് ശുദ്ധമായ വെള്ളമാണ്, തഹൂറായ വെള്ളമാണ്. അല്ലെങ്കിൽ ഔജാരിയൻ ഫിൽ അർദി, അല്ലെങ്കിൽ ഭൂമിയിലൂടെ ഒഴുകി നടക്കുന്ന വെള്ളങ്ങളായിരിക്കാം. കമാ ഇൽ അൻഹാർ വൽ ഉയൂൻ, പുഴകളിലെ അരുവികളിലെ വെള്ളം പോലെ. വൽ ആബാരി, കിണറിലുള്ള വെള്ളം പോലെ. വൽ ബിഹാർ, അല്ലെങ്കിൽ സമുദ്രത്തിലുള്ള വെള്ളം പോലെ. ഔഖാന മുഖത്തറ, അല്ലെങ്കിൽ മുഖത്തറായ വെള്ളം. മുഖത്തറായ വെള്ളം എന്ന് പറഞ്ഞാൽ സംസ്കരിച്ചെടുക്കുന്ന വെള്ളമാണ്. വെള്ളം ഇപ്പോൾ സമുദ്രജലമെല്ലാം അങ്ങനെ ചെയ്യും, അത് ശക്തമായി എന്ത് ചെയ്യും? ചൂടാക്കി അതിനെ ആവിയാക്കി മാറ്റും പൂർണ്ണമായി. എന്നിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യും? തണുപ്പിച്ച് വെള്ളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് തഖ്ദീർ എന്ന് പറയുന്നത്. അങ്ങനെ ആക്കപ്പെട്ട വെള്ളമാണെങ്കിലും ഇതും എന്താണ്? തഹൂറായ വെള്ളമാണ്. അതിൻ്റെ സ്വഭാവം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന വെള്ളമാണത്. ഫഹാദ ഹുവല്ലദീ യസിഹു തതഹുറു ബിഹി മിനൽ ഹദസി വൻ നജാസ, നേരത്തെ പറഞ്ഞ ഹദസിൽ നിന്ന്, വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും, അല്ലെങ്കിൽ നജസുകളിൽ നിന്ന് ശുദ്ധി വരുത്തണമെങ്കിൽ ഈ വെള്ളമാണ് എന്ത് മതിയാകുന്നത്. ഇത് മുഖേനയാണ് ശുദ്ധി വരുത്തുക എന്നുള്ളത് സ്വഹീഹാകുന്നത്. ഇനി ഇങ്ങനെയുള്ള ഈ വെള്ളം, ശുദ്ധപ്രകൃതിയിലുള്ള ഈ വെള്ളം, ഫഇൻ തഗയ്യറ ബിനജാസത്തിൻ, അതിലേക്ക് നജസ് കലർന്നു. അങ്ങനെ നജസ് കലരുക മാത്രമല്ല ചെയ്തത്, അത് തഗയ്യുറായി, ചേഞ്ചുണ്ടായി. അതിൻ്റെ മണത്തിന് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ രുചിക്ക് വ്യത്യാസം വന്നു, അല്ലെങ്കിൽ നിറം വ്യത്യാസം വന്നു. എങ്ങനെയാണ് വ്യത്യാസമുണ്ടായത്? നജസ് കലർന്നത് മുഖേനയാണ്. നജസ്സല്ലാത്ത വേറെ ഏതെങ്കിലും സാധനങ്ങൾ മുഖേനയല്ല. മൂത്രമോ അല്ലെങ്കിൽ കാഷ്ടമോ അതുപോലുള്ള നജസ്സുകൾ, മാലിന്യം വീണിട്ട് എന്ത് ചെയ്തു? നജസ്സായിട്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ ഇത് വീണ് ഈ വെള്ളത്തിന് തഗയ്യുറുണ്ടായി, പകർച്ചയുണ്ടായി. എന്നാൽ ലം യജുസി തതഹുറു ബിഹി, അത് മുഖേന ആ വെള്ളം ഉപയോഗിച്ച് പിന്നെ ശുദ്ധി വരുത്തുക എന്നുള്ളത് അനുവദനീയമല്ല. മിൻ ഗൈരി ഖിലാഫിൻ, അതിലെന്തില്ല? സംശയമേ ഇല്ല. ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഒരു വെള്ളത്തിലേക്ക് മാലിന്യം കലർന്നു, നജസ് കലർന്നു. നജസ് കലരുക മാത്രമല്ല ചെയ്തത്, അതിലെന്തുണ്ടായി? തഗയ്യുറുണ്ടായി, പകർച്ചയുണ്ടായി. പകർച്ചയുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ വെള്ളം, അതെത്ര അധികം വെള്ളമാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ഉപയോഗിച്ച് ശുദ്ധി വരുത്തുക എന്നുള്ളത് പാടില്ല എന്നുള്ളതിൽ ഉലമാക്കൾക്ക് ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഇനി വഇൻ തഗയ്യറ ബിശൈഇൻ ത്വാഹിരിൻ ലം യഗ്രിബാലി, ഇനി ഈ വെള്ളത്തിന് പകർച്ചയായത് നജസ് കലർന്നിട്ടല്ല, ശുദ്ധിയുള്ള ഒരു വസ്തു കലർന്നിട്ടാണ്. പക്ഷെ ലം യഗ്ലിബ് അലൈഹി, അത് ആ വെള്ളത്തിന് അതിജയിച്ചിട്ടില്ല. വെള്ളം എന്ന് തന്നെ പറയും അതിന്. കുറച്ച് കലർപ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാലെടുത്ത വെള്ളമായിരുന്നു, അതിലേക്ക് എന്ത് ചെയ്തു? വെള്ളമൊഴിച്ചപ്പോൾ ഒരു കലർപ്പുണ്ടായി. പൂർണ്ണമായിട്ടും പാലും വെള്ളമായിട്ടില്ല. പിന്നെന്താണ്? ചെറിയൊരു കലർപ്പുണ്ട്, ചെറിയൊരു നിറവ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പൊടി, അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ കുഴച്ച അല്ലെങ്കിൽ ഇട്ട പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചപ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പകർച്ച, അത് ശുദ്ധമായ വസ്തുവാണ്. പാലാണെങ്കിലും പൊടിയാണെങ്കിലും ശുദ്ധമായ വസ്തുവാണ്. ഇതിലേക്ക് എന്ത് ചെയ്തു? വെള്ളമൊഴിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു കലർപ്പാണ്. അത് അതിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്, വെള്ളം എന്നുള്ള പേര് എടുത്തു കളയുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല? മാറ്റമുണ്ടായിട്ടില്ല. ഇപ്പോൾ
ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചു, അപ്പോൾ അത് വെള്ളമല്ലാതെയായി മാറി, ചായയായി മാറി. അല്ലെങ്കിൽ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു, അപ്പോൾ അതെന്തായി മാറി? വെള്ളമല്ലാതെയായി മാറി, നാരങ്ങ വെള്ളമായി മാറി. ഇങ്ങനെ അതിൻ്റെ പേരിനെ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. പേരിനെ മാറ്റാത്ത രീതിയിൽ ഏതെങ്കിലും ശുദ്ധമായ വസ്തു കലർന്നത് മുഖേന എന്ത് ചെയ്തു, അതിന് ചെറിയൊരു തഗയ്യുറുണ്ടായി. എന്നാൽ ഫസ്സഹീഹു മിൻ ഖൗലൈ അൽ ഉലമാഇ സിഹ്ഹത്തു തതഹുരി ബിഹി അയ്ളൻ. ഉലമാക്കൾക്ക് രണ്ടഭിപ്രായമുണ്ട്. ആ രണ്ടഭിപ്രായങ്ങളിൽ സ്വഹീഹായ അഭിപ്രായം അതുകൊണ്ടും ശുദ്ധി വരുത്തൽ എന്താണ്, അനുവദനീയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ശുദ്ധമായ ഏതെങ്കിലും വസ്തു മുഖേന എന്ത് ചെയ്തു, ഈ വെള്ളത്തിന് പകർച്ചയുണ്ടായി. പകർച്ചയുണ്ടായത് നേരിയ പകർച്ചയാണ്, പൂർണ്ണമായും വെള്ളം എന്നുള്ള പേരിനെ എടുത്തു കളയുന്ന രീതിയിലുള്ള പകർച്ചയല്ല. ഇപ്പോൾ ചില കിണറുകളുടെ എല്ലാം ചുവട്ടിൽ നിന്നുണ്ടാവും വൃക്ഷങ്ങളുണ്ടാവും, അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇലകൾ വീണിട്ടുണ്ടാവും, അങ്ങനെ ചെറിയ പകർച്ചയായിട്ടുണ്ടാകും. എന്നാൽ അത് എന്തല്ല, മാലിന്യമായ വെള്ളമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ശുദ്ധി വരുത്തുക എന്നുള്ള അനുവദനീയമാണ്. വെള്ളം എന്നുള്ള പേരിനെ തൊട്ട് അതിന് എന്ത് ചെയ്തിട്ടില്ല, മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഖാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അമ്മാ മസ്അലത്തു തഗയ്യുരിൽ മാഇൽ യസീരി അവിൽ കസീരി, കുറച്ച് വെള്ളമാകട്ടെ വലിയ ധാരാളം വെള്ളമാകട്ടെ, അത് പകർച്ചയാകുന്നതിൻ്റെ വിഷയം. എന്തുകൊണ്ട് പകർച്ചയായി? ത്വാഹിറാത്തി, ശുദ്ധമായ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് പകർച്ചയായാൽ അതിൻ്റെ വിധി എന്താണ്? ഏതുപോലെ കൽ ഇഷ്നാൻ, ഇഷ്നാൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ചെടിയാണ്. അതുപയോഗിച്ച് എന്തു ചെയ്യും, നമ്മൾ സാധാരണ സോപ്പെല്ലാം ഉപയോഗിക്കുന്ന പോലെ പണ്ട് കാലത്ത് അതിന് പകരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന താളിയെല്ലാം പോലുള്ളതായ ഇഞ്ചപ്പുല്ല് കേട്ടിട്ടുണ്ടാവല്ലോ, അതുപോലുള്ളതായ ഒരു വസ്തുവാണത്. അത് എന്താണ്, കലർന്നു. അതല്ലെങ്കിൽ വസ്വാബൂൻ, സോപ്പ് കലർന്നു. വസിദിർ, സിദിർ എന്ന് പറഞ്ഞാൽ താളി. അതേപോലെ തന്നെ വൽ ഖിത്മിയ്യ്, ഖിത്മിയ്യ് എന്ന് പറഞ്ഞാലും ചെമ്പരത്തി പൂ പോലുള്ളതായ താളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതേപോലെ വത്തുറാബ്, അല്ലെങ്കിൽ മണ്ണ് കലർന്നു. വൽ അജീൻ, അല്ലെങ്കിൽ എന്താണ്, കുഴമാവ്, മാവ് കലർന്നു. ഇങ്ങനെ ശുദ്ധമായ വസ്തുക്കൾ കൊണ്ട് ഒരു വെള്ളത്തിൽ കലർപ്പുണ്ടായി. അത് കുറച്ച് വെള്ളമാകട്ടെ കൂടുതൽ വെള്ളമാകട്ടെ. വഗൈരി ദാലിക മിമ്മാ ഖദ് യുഗയ്യിറുൽ മാ, ഈ പറയുന്ന വസ്തുക്കളോ അതല്ലാത്തതായ വസ്തുക്കളോ വെള്ളത്തിനെ മാറ്റുന്നതായ ഏതെങ്കിലും ഒരു വസ്തു. മിഥുലുൽ ഇനാ ഇദാ കാന ഫീഹി അഥറു സിദ്രിൻ ഔ ഖതമീൻ, ഏതുപോലെ എന്നാൽ ഒരു പാത്രത്തിൽ താളിയുണ്ട് അല്ലെങ്കിൽ ഖിത്മിയുണ്ട്, ഈ പറയുന്ന ചെമ്പരത്തി പോലുള്ള ഒരു വസ്തുവാണ്, ചെമ്പരത്തിപ്പൂ പോലുള്ളതായി അതുണ്ട് ആ ഒരു പാത്രത്തിൽ. വവുളിഅ ഫീഹി മാഉൻ, അതിലേക്ക് എന്ത് ചെയ്തു, വെള്ളമൊഴിച്ചു. ഫതഗയ്യറ ബിഹി, അപ്പോൾ അത് മുഖേന എന്ത് ചെയ്തു, ചെറിയ പകർച്ചയുണ്ടായി വെള്ളത്തിന്. മഅ ബഖാഇ ഇസ്മിൽ മാ, പക്ഷെ പകർച്ചയായെങ്കിലും വെള്ളമെന്നുള്ള പേര് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ ഫഹാദ ഫീഹി ഖൗലാനി മഅറൂഫാനി ലിൽ ഉലമാ, ഇങ്ങനെയുള്ള വെള്ളത്തെ സംബന്ധിച്ച് ഉലമാക്കൾക്ക് പ്രസിദ്ധമായ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ വാക്യങ്ങളാണ്. ഇതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. സുമ്മ ദക്കറഹ മഅ ബയാനി വജ്ഹി കുല്ലി ഖൗലി, ഓരോ അഭിപ്രായം പറഞ്ഞ ആളുകളുടെയും ന്യായങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു. അതിനുശേഷം വറജ്ജഹ അൽ ഖൗല ബിസ്വിഹ്ഹത്തി തതഹുരി ബിഹി, എന്നിട്ട് ഷെയ്ഖ് അവറുകൾ ഒരു അഭിപ്രായത്തെ പ്രബലമാക്കുകയാണ്. അതായത് അങ്ങനെയുള്ള വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം, ശുദ്ധി വരുത്തൽ അനുവദനീയമാണ് എന്നുള്ള അഭിപ്രായത്തെ ശക്തിപ്പെടുത്തുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഹുവ സ്വവാബു, അങ്ങനെ ശുദ്ധി വരുത്താമെന്നുള്ളതാണെന്ത്, ശരിയായ അഭിപ്രായം. ലി അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഖാൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇൻ കുന്തും മർദാ, നിങ്ങൾ ഇനി രോഗികളാണ് എങ്കിൽ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രാവേളകളിലാണ്, വെള്ളമില്ല. ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ആവശ്യപൂർത്തീകരണത്തിന് ശേഷം വരുന്നു, മലമൂത്ര വിസർജനം നടത്തി. ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഫലം തജിദു മാ അൻ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, വെള്ളം കിട്ടിയില്ല, മാ കിട്ടിയില്ല, പൊതുവായിട്ടാണ് പറഞ്ഞത്. എങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, നിങ്ങൾ ശുദ്ധമായ ഭൂപ്രകൃതി, ഭൂമുഖത്തെ, അതായത് മണ്ണ് തേടിപ്പോയി തയമ്മം ചെയ്തുകൊള്ളുക. ഫംസഹൂ ബി വുജൂഹിക്കും വഅയ്ദീകും മിൻ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖവും കൈകളും അത് മുഖേന എന്ത് ചെയ്യുക, മണ്ണ് കൊണ്ട് തടവുക എന്ന് പറഞ്ഞു. ഇവിടെ ഫലം യജ്തജിദു മാ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾക്ക് വെള്ളം ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇവിടെ നക്കിറത്തുൻ ഫി സിയാഖിൻ നഫി, അതായത് ഒരു കാര്യത്തെ നിഷേധിക്കുന്നു. നക്കിറയായ, നക്കിറയ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ ഒരു പ്രയോഗമാണ്. ആ വെള്ളം ഇന്ന വെള്ളം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല,
പൊതുവായിട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഫയഉമ്മു കുല്ല മാ ഹുവ മാഉൻ, അപ്പോൾ വെള്ളം എന്ന് പറയുന്ന എല്ലാം എന്ത് ചെയ്യും, അതിൽ ഉൾപ്പെടുമെന്നാണ്. ഇന്ന പ്രത്യേകമായ വെള്ളം എന്നില്ല. വെള്ളം എന്ന് പേര് പറയപ്പെടാൻ പറ്റുന്ന ഏത് വെള്ളവും എന്ത് ചെയ്യും, അതിൽ ഉൾപ്പെടും. അപ്പോൾ വെള്ളം ഇല്ല എങ്കിൽ എന്ത് ചെയ്തോ, തയമ്മം ചെയ്തു. അപ്പോൾ ഈ ചെറിയ കലർപ്പുള്ള വെള്ളവും വെള്ളം എന്നാണ് അതിന് പേര് പറയുക. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് ശുദ്ധി വരുത്തൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാകും. ലാ ഫർഖ ഫീ ദാലിക ബൈന നൗഇൻ വ നൗഇൻ, അപ്പോൾ ഇന്ന വെള്ളം എന്ന് ചെയ്തിട്ടില്ല, വേർതിരിച്ചിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകൾ മരണപ്പെട്ടപ്പോൾ അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വഹാബി വനിതകളോട് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ 5 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം 5 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം വേണമെങ്കിൽ കൂടുതൽ പ്രാവശ്യം കഴുകുക. ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, അവസാനത്തെ പ്രാവശ്യം കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക, കഴുകുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കലർത്തിയ വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം, കർപ്പൂരം ശുദ്ധമായ വസ്തുവാണ്, അത് കലർത്തിയാലും അതിന് വെള്ളം എന്ന് തന്നെയാണ് പേര് പറയുന്നത്. അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് ശുദ്ധി വരുത്തൽ അനുവദനീയമാണ് എന്നെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നുള്ളതിനാൽ ശുദ്ധമായ ഒരു വസ്തു കൊണ്ട് കലർപ്പുണ്ടായതായ വെള്ളം, ആ വെള്ളം എന്നുള്ള പേരിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ എന്ത് തന്നെയാണ്, അത് തഹൂറായ ശുദ്ധീകരിക്കാൻ പറ്റുന്ന വെള്ളം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസാല നമ്മൾ നേരത്തെ പറഞ്ഞതിൽ, നജസ് കൊണ്ട് കലർന്നു കഴിഞ്ഞാൽ നജസ് കലരുകയും തഗയ്യുറാവുകയും ചെയ്താൽ എന്തായി മാറി, അത് ഉപയോഗിക്കാൻ തീരെ പാടില്ല. അത് ധാരാളം വെള്ളമുണ്ടെങ്കിലും കുറച്ച് വെള്ളമാണെങ്കിലും. അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമുണ്ട്. വെള്ളം കുറച്ചേ ഉള്ളൂ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും, 2 കുല്ലത്ത് വെള്ളം എന്ന് പഠിച്ചിട്ടുണ്ടാവും. 2 കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 160-200 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 200 ലിറ്ററിന് താഴെയുള്ള വെള്ളമാണെങ്കിൽ അത് ഖലീലായ വെള്ളമാണ്, കുറച്ച് വെള്ളമാണ്. അതിനേക്കാൾ മുകളിലാണെങ്കിൽ അത് കസീറായ വെള്ളമാണ്, ധാരാളമുള്ള വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ ഖലീലായ കുറച്ച് വെള്ളത്തിൽ എന്ത് ചെയ്തു, നജസ് കലർന്നു. എന്നിട്ടതിന് കലർപ്പൊന്നും ഉണ്ടായിട്ടില്ല. കലർപ്പൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും എന്താണ്, അത് നജസായി മാറി, അത് ഉപയോഗിക്കാൻ ശുദ്ധി വരുത്താൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഒരു പ്രബലമായ അഭിപ്രായം. ഷാഫിഈ മദ്ഹബ് ആ അഭിപ്രായമാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രമുഖരായ പല പണ്ഡിതന്മാരും ആ അഭിപ്രായം പറയുന്നുണ്ട്. ഇമാം അൽബാനി റഹിമഹുല്ല ആ വീക്ഷണം ആണ് പറയുന്നത്. അപ്പോൾ സൂക്ഷ്മതയ്ക്ക് നല്ലത് അതാണ്. കുറച്ച് വെള്ളത്തിൽ എന്ത് ചെയ്തു, ഒരു ബക്കറ്റിലേക്ക് ഒരു തുള്ളി മൂത്രം കലർന്നു, അത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ അത് കലർപ്പൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും എന്താണ്, അത് നജസായി മാറി. അതുകൊണ്ട് പിന്നീട് ശുദ്ധി വരുത്തുക എന്നുള്ളത് അനുവദനീയമല്ല എന്നുള്ള ഒരു പ്രബലമായ അഭിപ്രായമുണ്ട്. ആ വിഷയത്തിലൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇമാം അൽബാനി റഹിമഹുല്ല അത് സ്വീകാര്യയോഗ്യമായ ഹദീസാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലാണ് നജസ് കലരുന്നത് എങ്കിൽ, പകർച്ചയായിട്ടില്ലെങ്കിൽ പോലും എന്താണ്, അത് നജസാണ് എന്നുള്ള വീക്ഷണമുള്ള ഒരു പറ്റം പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തലാണെന്ത് നല്ലത്. എന്നാൽ ധാരാളം വെള്ളമുണ്ട്. ഇപ്പോൾ ഒരു കിണറിലേക്ക് ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു എലി ചത്തു വീണു, മയ്യത്താണ്, നജസാണ്. അത് നജസ് വീണു, തഗയ്യുറായിട്ടില്ല, ചേഞ്ച് ആയിട്ടില്ല, വെള്ളത്തിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അതിന് മണം മാറിയിട്ടില്ല, അതിൻ്റെ രുചിക്ക് വ്യത്യാസമില്ല, ഇങ്ങനെ, അല്ലെങ്കിൽ അതിന് നിറം മാറിയിട്ടില്ല. ഇങ്ങനെയാണ് എങ്കിൽ അതെന്താണ്, ശുദ്ധമാണ്. കാരണം അത് കസീറായ വെള്ളമാണ്, ധാരാളം വെള്ളമുണ്ട്. അതിൽ നജസ് വീണു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, തഗയ്യുറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധമായ വെള്ളം തന്നെയാണ്. നേരെ മറിച്ച് അതിൻ്റെ ധാരാളം വെള്ളമുണ്ട്, തഗയ്യുറായാൽ എന്താണ്, അത് നജസായി മാറി, പിന്നീട് അത് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇനി ഫഇദാ ആദിമൽ മാ, ഇനി വെള്ളമില്ലാതെയായി, ഔ അജസ അൻ ഇസ്തിഅമാലിഹി മഅ വുജൂദി, അല്ലെങ്കിൽ വെള്ളമുണ്ട് പക്ഷെ അതിനെ ഉപയോഗിക്കുന്നതിനെ തൊട്ട് ഒരാൾ അശക്തനാണ്. വെള്ളം കൊണ്ട് കുളിച്ചാൽ അല്ലെങ്കിൽ അതുകൊണ്ട് വുദൂ ചെയ്താൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉള്ള അസുഖം ചിലപ്പോൾ അതിൻ്റെ ഭേദമാകാൻ താമസം വരും. ഒരു മുറിവുണ്ട് കയ്യിൽ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മുറിവ് ഭേദമാകാൻ താമസം വരും. അല്ലെങ്കിൽ ഉള്ള മുറിവ് എന്ത് ചെയ്യും, അത് പഴുക്കും, അത് കൂടുതലാകും. ഇങ്ങനെ അശക്തമായൊരവസ്ഥ വന്നു എങ്കിൽ ഫഇന്നല്ലാഹ ഖദ് ജഅല ബദലഹു അത്തുറാബ്, അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് പകരം ബദലായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മണ്ണിനെയാണ്. അലാ സിഫത്തിൻ ലിസ്തിഅമാലിഹി, അത് ഉപയോഗിക്കുന്നതിനൊരു
രൂപവും എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബയ്യനഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുന്നത്തി, അതിൻ്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വസയഅതി തൗളീഹു ദാലിക ഇൻഷാ അല്ലാഹു ഫീ ബാബിഹി, അത് അതിൻ്റെ അധ്യായത്തിൽ എന്ത് ചെയ്യും, വിശദമായിട്ട് പറയും എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്, വെള്ളമില്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. വഹാദാ മിൻ ലുത്ഫില്ലാഹി ബിഇബാദി, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് ചെയ്ത അവൻ്റെ ദയയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. വറഫഇൽ ഹർജി അൻഹും, അവരെ തൊട്ട് പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചതുമാണ്. വെള്ളം തന്നെ ഉപയോഗിക്കണമെന്നില്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്, എന്നാൽ എന്ത് ചെയ്യാം, അതിന് പകരമായി മണ്ണ് ഉപയോഗിക്കാം എന്നുള്ളത് അള്ളാഹു തആല പറഞ്ഞു. വ ഇൻ കുന്തും മർദാ ഔ അലാ സഫരി, നമ്മൾ നേരത്തെ ഓതിയ ആയത്താണ്. നിങ്ങൾ രോഗിയാണ്, അല്ലെങ്കിൽ യാത്രയിലാണ്, മലമൂത്ര വിസർജനം കഴിഞ്ഞു, ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു, പക്ഷെ വെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബ, അപ്പം എന്ത് ചെയ്തോ, നല്ല മണ്ണ് തേടി നിങ്ങൾ തയമ്മു ചെയ്യുക. ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും, എന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. ഇന്നല്ലാഹ കാന അഫുവൻ ഗഫൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച നൽകുന്നവനാണ്, ധാരാളം പൊറുക്കുന്നവനാണ്. ഖാല ഇബ്നു ഹുബൈറ, ഇമാം ഇബ്നു ഹുബൈറ റഹിമഹുള്ള പറഞ്ഞു, വഅജ്മഉ അലാ അന്ന ത്വഹാറത ബിൽ മാഇ തജിബു അലാ കുല്ലി മൻ ലസിമതുഹു സ്വലാത്തു മഅ വുജൂദിഹി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, നമസ്കാരം നിർബന്ധമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളമുണ്ട് എങ്കിൽ ആ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതിൽ ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകോപിച്ചിട്ടുണ്ട്. ഇനി ഫൈൻ ആദിമഹു ഫബദലുഹു, അത് ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്താണ്, അതിന് പകരം ബദലായിട്ട് മണ്ണ് ഉപയോഗിക്കാം എന്നുള്ളതും എന്താണ്, ഏകോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനും അതേപോലെ തന്നെ സുന്നത്തുണ്ട്, അതുപോലെ ഉലമാക്കൾ ഏകോപിച്ച് ഇജ്മാ ഉണ്ടെന്ന്, ഈ പറയുന്ന വെള്ളമുണ്ട് എങ്കിൽ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട് എങ്കിൽ, അതല്ല എങ്കിൽ അതിന് ബദലായിട്ട് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം എന്നുള്ളത്. കാരണം അള്ളാഹു പറയുന്നു ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ ത്വയ്യിബ എന്നുള്ളതായ ആയത്ത്. വെള്ളം നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ എന്ത് ചെയ്തു, തയമ്മം ചെയ്തു. അപ്പോൾ വെള്ളമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, വെള്ളം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അള്ളാഹു തആല പറയുന്നു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബി, അള്ളാഹു നിങ്ങൾക്ക് മേഘത്തിൽ നിന്ന് വെള്ളം ഇറക്കി തന്നിരിക്കുന്നത് എന്തിനാണ്, അത് മുഖേന നിങ്ങൾ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളമാണ് അടിസ്ഥാനപരമായിട്ട് ശുദ്ധി വരുത്താൻ ഉപയോഗിക്കേണ്ടത്, അതില്ല എങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ബദലായിട്ട് മണ്ണ് ഉപയോഗിക്കാം. വഹാദ മിമ്മ യദുല്ലു അലാ അദമതി ഹാദൽ ഇസ്ലാം, ഈ പറയുന്ന കാര്യം, ഈ ശുദ്ധിയുമായി ബന്ധപ്പെട്ട വെള്ളത്തിൻ്റെയും അതിന് ബദലായിട്ട് ഉപയോഗിക്കുന്ന ഇതിൻ്റെയും ഈ മസ്അല, ഇത് ഇസ്ലാമിൻ്റെ അദമത്തിനെ കാണിക്കുന്നതാണ്, ഇസ്ലാമിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന തെളിയിക്കുന്ന കാര്യമാണ്. അല്ലദീ ഹുവ ദീനു ത്വഹാറ വൻ നസാഹ അൽ ഹിസ്സിയ്യത്തി വൽ മഅനവിയ്യ, ഇത് ശുദ്ധിയുടെ മതമാണ്. ഇസ്ലാം വൃത്തിയാകുന്നതിന്, ശുദ്ധി വരുത്തുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അത് കേവലം ബാഹ്യമായ ശുദ്ധി മാത്രമല്ല, മാനവീയായ ആന്തരികമായ ശുദ്ധിയും അതേപോലെ ബാഹ്യമായ ശുദ്ധിയും പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത്. കമാ യദുല്ലു ദാലിക അലാ അദമതി ഹാദിഹി സ്വലാ ഹൈസു ലം യസിഹ്ഹ അദ്ദുഖൂലു ഫീഹാ ബിദൂനി ത്വഹാറത്തൈൻ, അതേപോലെ തന്നെ ഇത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അറിയിക്കുന്നുണ്ട്. കാരണം നമസ്കാരം വലിയ ശ്രേഷ്ഠതയുള്ളതാണ്, അള്ളാഹുവിൻ്റെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്, അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണത്. അവിടെ ആ നമസ്കാരം ശരിയാകണമെങ്കിൽ എന്തുകൂടാതെ സാധ്യമല്ല, ശുദ്ധി കൂടാതെ സാധ്യമല്ല. അതിപ്പോൾ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഒന്നിക്കുന്നുണ്ട്, ഇത് അറിയിക്കുന്നുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം, അതേപോലെ തന്നെ നജസ് മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാകണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമസ്കാരത്തിൽ ഒരാൾ പ്രവേശിക്കേണ്ടത്. ഇത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ്, നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അറിയിക്കുന്നുണ്ട്. അപ്പോൾ കേവലം വുദൂയിലും അതേപോലെ തന്നെ കുളിയിലും മാത്രം ശ്രദ്ധിച്ചാലും പോരാ. എന്തിനാണ് ബാഹ്യമായി ശുദ്ധി വരുത്തുന്നത്, നമസ്കരിക്കാനാണ്, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാനാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശുദ്ധി വരുത്തണം. മുസ്ഹഫ് സ്പർശിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധി വരുത്തണം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹിരീൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിൽ സ്പർശിക്കുകയില്ല. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം, ബാഹ്യമായ ശുദ്ധി മാത്രമല്ല, ആന്തരികമായ ശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ സ്പർശിക്കാൻ പോകുന്നു,
എന്ത് വേണം? വുദൂ വേണം. എന്നതുപോലെ തന്നെ അവൻ്റെ ഉള്ളു ശരിയാകണം. ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാക്കിൽ നിന്ന്, അസൂയകളിൽ നിന്ന്, കോപം, വിദ്വേഷം, ഇതുപോലുള്ള മ്ലേച്ഛമായ സ്വഭാവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹൃദയം ശുദ്ധിയാകണം. എങ്കിൽ മാത്രമേ ഖുർആൻ ഒരാൾക്ക് ഹൃദ്യമാവുകയുള്ളൂ എന്നാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെ അവൻ ബാഹ്യമായി ശുദ്ധി വരുത്തുന്നു, അതിനോടൊപ്പം എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ്റെ ഉള്ളും ശുദ്ധി വരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പൂർണ്ണമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ശുദ്ധിയായി വൃത്തിയായതിനു ശേഷം എന്ത് ചെയ്യാവൂ? നമസ്കരിക്കാവൂ എന്നുള്ളത് അതാണ് അറിയിക്കുന്നത്. അത്വഹാറത്തുൽ മാനവിയ്യത്തു, മാനവിയായ ആശയപരമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ മിന ഷിർക്കി, ഷിർക്കിൽ നിന്ന് ശുദ്ധിയാകലാണ്. അതെങ്ങനെയാണ് ശുദ്ധിയാവുക? വദാലിക ബിത്തൗഹീദ് വ ഇഖ്ലാസുൽ ഇബാദത്തി ലില്ലാഹ്, തൗഹീദ് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കുന്നതിലൂടെയാണ് ആന്തരികമായ ശുദ്ധി ഒരാൾക്ക് കരഗതമാവുക. വത്വഹാറത്തുൽ ഹിസ്സിയ്യത്തു, ബാഹ്യമായ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് മിനൽ ഹദസി വൻ നജാസ, വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, അതേപോലെ നജസിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന് ശുദ്ധിയാവുക. വദാലിക യകൂനു ബിൽ മാഇ ഔ മാ യഖൂമു മഖാമ, ഈ ബാഹ്യമായ ശുദ്ധീകരണം ആണ് ഇവിടെ ചർച്ചാ വിഷയം. അത് എന്തുകൊണ്ടാണ് സാധ്യമാവുക? വെള്ളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിന് പകരമായ മണ്ണിൽ നിന്നാണ് ശുദ്ധിയാവുക. വഅലം, ഇനി ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഖുലാസ പറയുകയാണ്, സമ്മറി പറയുകയാണ്. അന്നൽ മാ ഇദാ കാന ബാഖിയൻ അലാ ഖിൽഖതി, ഒരു വെള്ളം അത് അതിൻ്റെ പ്രകൃതിയിൽ തന്നെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ലം തുഖാലിതുഹു മാദ്ദത്തുൻ ഉഖ്റ, വേറൊരു വസ്തുവും അതിനോട് എന്ത് ചെയ്തിട്ടില്ല? കലർന്നിട്ടില്ല എങ്കിൽ ഫഹുവ തഹൂറുൻ ബിൽ ഇജ്മാ, ആ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്ന തഹൂറായ വെള്ളമാണ്. ഇജ്മാ ആണ്, അഭിപ്രായ വ്യത്യാസമില്ല. ആ വെള്ളത്തിന് യാതൊരു കുഴപ്പമില്ല, അത് അതിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ തന്നെ അവശേഷിക്കുന്നതാണ്. ഇനി വൈൻ തഗയ്യറ അഹദു ഔസാഫിഹി സലാസ, വെള്ളത്തിൻ്റെ 3 വിശേഷണങ്ങളാണ് സാധാരണ ഉള്ളത്. അതിൻ്റെ 1 വിശേഷണം എന്ത് ചെയ്തു? വ്യത്യാസപ്പെട്ടു. 3 വിശേഷണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ റീഹ്, അതിൻ്റെ മണം, ഔ താമുഹു, അല്ലെങ്കിൽ അതിൻ്റെ രുചി, ഔ ലൗനുഹു, അല്ലെങ്കിൽ അതിൻ്റെ നിറം. ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടു. എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടത്? ബി നജാസത്തിൻ, നജസ് കലർന്നിട്ടാണ് എങ്കിൽ ഫഹുവ നജസുൻ ബിൽ ഇജ്മാ, അതും അഭിപ്രായ വ്യത്യാസമില്ലാത്ത മസലയാണ്. ആ വെള്ളം എന്തായി മാറി? നജസായി മാറി. തഗയ്യുറായിട്ടുണ്ട് എങ്കിൽ എന്തായി മാറി? നജസായി മാറി. ലാ യജൂസു ഇസ്തിഅമാലുഹു, പിന്നീട് അത് ഉപയോഗിക്കൽ എന്തല്ല? അനുവദനീയമല്ല. ഇനി വൈൻ തഗയ്യറ അഹദു ഔസാഫിഹി ബി മുഖാലത്തത്തി മാദ്ദത്തിൻ ത്വാഹിറ, ഇനി ഈ 3 ഗുണങ്ങൾ മാറിയത് ശുദ്ധമായ ഏതെങ്കിലും വസ്തു കലർന്നിട്ടാണ്. കൗറാക്കിൽ അഷ്ജാരി, വൃക്ഷത്തിൻ്റെ ഇലകൾ വീണ് മാറ്റമുണ്ടാകുന്നത് പോലെ, അവൽ സ്വാബൂൻ, അല്ലെങ്കിൽ സോപ്പ് കലർന്നു, അവൽ ഇഷ്നാനി വസിദിരി, അല്ലെങ്കിൽ ഇഷ്നാൻ പുല്ല്, അല്ലെങ്കിൽ സിദർ താളി, ഔ ഗൈരി ദാലിക മിനൽ മവാദി ത്വാഹിറ, അല്ലെങ്കിൽ ശുദ്ധമായ ഏതെങ്കിലും വസ്തു എന്ത് ചെയ്തു? കലർന്നു. വലം യഗ്ലിബ് ദാലിക്കൽ മുഖാലിത്തു അലൈഹി, ഇങ്ങനെ ഈ കലർന്ന വസ്തു ഈ വെള്ളത്തെ അതിജയിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും അതായി മാറിയിട്ടില്ല എങ്കിൽ ഫലിബഅദുൽ ഉലമാഇ ഫീ ദാലിക തഫാസീലുൻ വ ഖിലാഫുൻ, ചില ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരിതിനെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. വസ്സഹീഹു അന്നഹു തഹൂർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ അഭിപ്രായം എന്താണ്? തഹൂർ തന്നെയാണ്, ശുദ്ധി വരുത്താം. അതുകൊണ്ട് അങ്ങനെയുള്ള കുളങ്ങളിലോ വെള്ളങ്ങളിലോ ഇല ചാടി ചെറിയ പകർച്ചയുണ്ടായ വെള്ളം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. യജൂസു തതഹുറു ബിഹി മിനൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഇത് ഉപയോഗിക്കൽ അനുവദനീയമാണ്. വതതഹുറു ബിഹി മിനൻ നജസി, മാലിന്യങ്ങൾ നീക്കാനും വൃത്തിയാക്കാനും ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ വസ്ത്രത്തിൽ നിന്ന് ശുദ്ധി വരുത്താനും എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. ഇതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. എന്നിട്ട് വെള്ളം എത്ര ഇനമാണെന്ന് ഒന്നുകൂടി ചുരുക്കി പറയണം. ഫഅലാഹാദ, ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യസ്വിഹു ലനാ അൻ നഖൂൽ ഇന്നൽ മാഅ യൻഖസിമു ഇലാ ഖിസ്മൈൻ, ഈ പറഞ്ഞത് പ്രകാരം വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഇനമായിട്ട് വേർതിരിക്കാൻ സാധിക്കും. അൽ ഖിസ്മുൽ അവൽ തഹൂറുൻ, ഒന്നാമത്തെ ഇനം തഹൂറായ വെള്ളമാണ്. യസ്വിഹു തതഹുറു ബിഹി, അത് മുഖേന എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധി വരുത്തൽ അനുവദനീയമാണ്, സ്വഹീഹാകും. സവാഅൻ കാന ബാഖിയൻ അലാ ഖിൽഖതിഹി, അത് പൂർണ്ണമായി അതിൻ്റെ പ്രകൃതത്തിൽ തന്നെ നിലനിൽക്കുന്നതാകട്ടെ, ഔ ഖാലതതുഹു മാദ്ദത്തുൻ ത്വാഹിറത്തുൻ ലം തഗ്ലിബ് അലൈഹി വലം തസ്ലുബുഹു ഇസ്മ,
അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയുള്ള ഏതെങ്കിലും വസ്തു കലർന്നിട്ടുണ്ട്, പക്ഷെ വെള്ളം എന്നുള്ള പേരിന് എന്ത് ചെയ്തിട്ടില്ല, നീക്കം ചെയ്യുന്ന രീതിയിലുള്ള പകർച്ച ഉണ്ടായിട്ടില്ല, അതതിനെ അതിജയിച്ചിട്ടില്ല എങ്കിൽ ആ വെള്ളം എന്താണ്, തഹൂറായ വെള്ളമാണ്. അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ ഒരിനം. രണ്ടാമത്തേത് നജിസായ വെള്ളമാണ്. ലാ യജൂസു ഇസ്തിഅ്മാലു, അതിനെ ഉപയോഗിക്കൽ അനുവദനീയമല്ല. ഫലാ യർഫഉൽ ഹദസ, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, വെള്ളത്തെ അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീലു നജാസ, അത് നജസിനെ നീക്കം ചെയ്യുകയില്ല. വഹുവ മാ തഗയ്യറ അഹദു ഔസാഫിഹി ബിൻ നജാസ, നജസായ വെള്ളം എന്ന് പറഞ്ഞാൽ നജസ് കൊണ്ട് വെള്ളത്തിൻ്റെ ഈ മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം ചെയ്തു മാറിയിട്ടുണ്ട് എങ്കിൽ അതാണെന്ത്, നജസായ വെള്ളം. ഇതാണ് 2 ഇനം വെള്ളം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ പകർച്ചയുള്ളതായ വെള്ളം എന്തല്ല, അത് തഹൂറായ വെള്ളമാണ്, അത് നജസായ വെള്ളമല്ല. പിന്നെ അപ്പോൾ സംശയം വന്നേക്കാൻ ചിലപ്പോൾ ചായ അല്ലെങ്കിൽ സുർക്ക അതുപോലുള്ളതായ വെള്ളം, അത് എന്തില്ല, വെള്ളം എന്നതിന് പേര് പറയുകയില്ല. വെള്ളം എന്നുള്ള പേരെന്ത് ചെയ്തു, അതിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട്. ചില ഉലമാക്കൾ അതിനെക്കുറിച്ച് എന്ത് പറയും, താഹിറായ വെള്ളം എന്ന് പറയലുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്തല്ല, വെള്ളത്തിൻ്റെ ഗണത്തിലല്ല വരുന്നത്. വെള്ളം എന്നുള്ള പേരിൽ നിന്ന് എന്ത് ചെയ്തു, അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2 ഇനമാണ്. ഒന്ന് തഹൂറായ വെള്ളം, അതുകൊണ്ട് ശുദ്ധി വരുത്താം, അതിൽപ്പെട്ടതാണ് ശുദ്ധിയുള്ള ഏതെങ്കിലും വസ്തു ചെറിയ രീതിയിൽ കലർന്ന വെള്ളവും. രണ്ടാമത്തെ നജസായ വെള്ളം, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ശുദ്ധി വരുത്തുക എന്നുള്ളത് അനുവദനീയമല്ല. ഇതാണ് വെള്ളത്തിൻ്റെ വിധികളുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം.